രൂക്ഷമായ പരിസ്ഥിതി മലിനീകരണത്തിന്റെ ഭാഗമായി പ്രദേശ നിവാസികളുടെ സമരത്തെ അവഗണിച്ച് പ്രവർത്തനം തുടർന്ന പെരിങ്ങളത്തെ ബ്രെഡ് ഫാക്ടറി അധികൃതർ അടച്ചുപൂട്ടി. മാലിന്യ സംസ്കരണത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കമ്പനിക്കെതിരെ ഒരു മാസമായി ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടന്നിരുന്നു. എന്നാൽ സമരക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാൻ ഫാക്ടറി ഉടമ തയ്യാറാവാത്ത സാഹചര്യത്തിൽ 2 ദിവസമായി വനിതകൾ കമ്പനിക്ക് മുമ്പിൽ ഉപരോധ സമരം ഏർപ്പെടുത്തി. ബ്രെഡ് പൂത്തത് അങ്ങനെ പാക്കറ്റോട് തന്നെ കത്തിക്കുക, അത് ബ്രെഡ് ഇവിടെ അവശിഷ്ടങ്ങൾ ഇട്ടിട്ട് നായ്ക്കൾ എടുത്തു കൊണ്ടുപോവുക, കുട്ടികളെയും വയസ്സായവരെ പിന്നാലേക്ക് നായ്ക്കൾ ഓടുക. പിന്നെ രണ്ടാമത്തത് അസംസ്കൃത സാധനങ്ങൾ കത്തിച്ച് പോക്കോയിൽ തീരെ ഒരു അടുപ്പിൻ്റെ കോയിൽ പോലെയുള്ള സാധനങ്ങളാക്കിയിട്ട് തീർക്കുക. പിന്നെ ഉടമസ്ഥൻ അതിൻ്റെ ഒരു നീതി ന്യായ വകുപ്പ് അനുസരിച്ചുള്ള ഒരു റൂളില്ലാതെ ഈ കമ്പനി കൊണ്ടുപോകണം. അപ്പം അതിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം 4 വർഷമായി കമ്പനി തുടങ്ങിയിട്ട് 3.5 വർഷം ജനങ്ങൾ സഹിച്ച് ഇപ്പോൾ 3 മാസമായിട്ട് ഞങ്ങൾ നീതിൻ്റെയും ന്യായത്തിൻ്റെയും കൂടെ നിന്ന് ഒരു അക്രമത്തിന് ഞങ്ങൾ മുതിർന്നില്ല. സതീശൻ, ബിന്ദു, രൂപേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന ഉപരോധത്തിന്റെ ഭാഗമായി പെരുവേൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും കുന്നമംഗലം പോലീസും ഇടപെട്ട് കമ്പനി അടച്ചുപൂട്ടി. മാലിന്യ സംസ്കരണത്തിൽ വ്യക്തമായ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചതിനു ശേഷം മാത്രമേ കമ്പനി തുറന്നു പ്രവർത്തിക്കുവാൻ അനുമതി നൽകുകയുള്ളൂ എന്ന ധാരണയിൽ സമരം ഒത്തുതീർന്നു. കമ്മിറ്റി അംഗങ്ങൾ നിർദ്ദേശിച്ച പ്രകാരം കാര്യങ്ങൾ എല്ലാം തീരുമാനത്തിലായതിനു ശേഷം മാത്രം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്പനി തുറക്കുകയുള്ളൂ എന്നുള്ള തീരുമാനത്തോടെ കമ്പനി പൂട്ടി. ന്യൂസ് ബ്യൂറോ, പെരിങ്ങളം.